എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ച അനുഗ്രഹമായി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നമ്മൾ ചെറുത് വിശ്വസിച്ചാൽ ചെറിയ കാര്യം നടക്കും. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്, വൻ കാര്യങ്ങളുടെ ദൈവമാണ്. നാം വലുത് വിശ്വസിച്ചാൽ ദൈവം പറയും, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ബർത്തിമായോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അതിൻ്റെ ആ ചോദ്യത്തിൽ തന്നെ കിടപ്പുണ്ട്, എന്തും എനിക്ക് ചെയ്തു തരാൻ കഴിയും. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ആ ചോദ്യം ചോദിക്കാൻ കഴിയൂ. ബർത്തിമായി എന്ന മനുഷ്യൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ എലോൺ മസ്കിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്കിന് പോലും ചോദിക്കാൻ പറ്റില്ല. കാരണം ഇവന്റെ ഏറ്റവും വലിയ ആവശ്യം നിവർത്തിക്കാനുള്ള ശേഷി ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനില്ല. ഈ ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്ത് ഉപയോഗിച്ചാലും ബർത്തിമായുടെ വിഷയത്തിന് പരിഹാരം വരില്ല. എന്നാൽ യേശു ഒറ്റ ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അങ്ങനെ ചോദിക്കാൻ ഒരാൾ നമുക്കുണ്ട്, അത് നമ്മുടെ കർത്താവാ. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവേ, എനിക്ക് കാഴ്ച വേണം. ഭൂമി ഉണ്ടായിട്ട് അന്ന് വരെ ലക്ഷക്കണക്കിന് കുരുടന്മാരുണ്ടായിരുന്നു. അവർക്കാർക്കും നടക്കാത്തൊരു വിടുതൽ ബർത്തിമായിക്ക് നടക്കുകയാണ്. അവന്റെ ആവശ്യബോധവും അത് കൊടുക്കാനുള്ള ആളും രണ്ടും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു അത്ഭുതം നടന്നു. ആവശ്യബോധവും കർത്താവ് ഒരുമിച്ച് ചേർന്നാൽ അത്ഭുതം ഉറപ്പാണ്. ആവശ്യബോധമുള്ളവരുണ്ടോ? കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവെ, 2 കോടി രൂപ കടക്കണിയിലാണ്. കർത്താവ് പറയും, ഞാനത് ശരിയാക്കി തരാം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവ്, എൻ്റെ വീട്ടിൽ ഇനിയാൾക്ക് ക്യാൻസറാണ്, 4th സ്റ്റേജാണ്, ഡോക്ടർമാർ കൈവിട്ടു. ഞാൻ പുതിയ അവയവം ഉണ്ടാക്കി തരാം എന്ന് പറയാൻ കഴിവുള്ള ഒരുവൻ, അവൻ നമ്മുടെ കർത്താവാണ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവപുത്രൻ. അവൻ ഒരു കാര്യവും അസാധ്യമല്ല. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവിനെയാണ് നമ്മൾ പാടി ആരാധിക്കുന്നത്. അതുകൊണ്ട് പാടുന്ന ഓരോ വരികളും വിശ്വസിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു, നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു, നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. വിശുദ്ധനായിടുവാൻ തിരു തേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്തുമെന്നും.
വിശുദ്ധനായിടുവാൻ തിരു തേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്നുമെന്നും. ലോകം കാണുവാൻ എന്നിൽ യേശുവേ തിരുഭാവം എന്നെന്നുമേ. ലോകം കാണുവാൻ എന്നിൽ യേശുവേ തിരുഭാവം എന്നെന്നുമേ. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും. ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും. ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചില ദിവസങ്ങളായി. ഓരോ വരികളിലും ദൈവശക്തിയുണ്ട്, ഓരോ വരികളിലും ദൈവകൃപയുണ്ട്, ഓരോ വരികളിലും നമുക്കുള്ള ദൂതുണ്ട്, ഓരോ വരികളിലും നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഉണ്ട്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്. ഓരോന്നിലും ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ഓരോന്നിലും സൗഖ്യമുണ്ട്. ജീസസ് എവരിഡേ ഓരോ ദിവസവും ശ്രദ്ധിക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വർദ്ധിച്ചു പെരുകും. നിങ്ങളുടെ വീടിൻ്റെ സ്ഥിതി മാറും, നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധിപ്പെടും, നിങ്ങളുടെ ആയിരങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയി മാറും, ശക്തിയുള്ള ദൈവവേലക്കാരായി മാറും. അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നമുക്ക് ആരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ 7 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ജനങ്ങൾ തിരഞ്ഞെടുത്ത 7 പേർ. എന്നാൽ ആ 7 പേർക്ക് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. നല്ല സാക്ഷ്യം വേണം, നല്ല ആത്മനിറവ് വേണം, നല്ല ജ്ഞാനം വേണം. ദൈവവചന ജ്ഞാനം, ലോകത്തിന്റെ ജ്ഞാനമല്ല. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ മുമ്പാകെ ഭോഷത്വമെന്നാണ്. ലോകത്തിൽ ഒത്തിരി ജ്ഞാനികളുണ്ട്. ദൈവവചനത്തിൽ തന്നെ വലിയ ജ്ഞാനിയായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഗമാലിയൽ. അദ്ദേഹത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ, കാൽക്കൽ ഇരുന്നപ്പോൾ ശൗല് വലിയ പുള്ളിയായിരുന്നു, അതിൻ്റെ ഗമ പുള്ളിക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നപ്പോൾ അവൻ അപ്പോസ്തലനായി മാറി. ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്നപ്പോൾ അവനൊരു ഒന്നാം തരം പരീശനായി, മത നേതാവായി മാറി, മറ്റുള്ളവരെ കൊല്ലുന്നവനായി മാറി.
എന്നാൽ കർത്താവിൻ്റെ കാൽക്കലോട്ട് വന്നപ്പോഴോ അവൻ അനേകായിരങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവപുരുഷനായി, രാജ്യങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയി. അതുകൊണ്ട് ഈ ലോകത്തിലെ ജ്ഞാനം ദൈവത്തിൻ്റെ മുമ്പിൽ ഭോഷത്വമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ള ജ്ഞാനം. അപ്പോൾ ഈ 7 പേർ, ഫിലിപ്പോസും അതുപോലെ സ്തേഫാനോസ്, ഇങ്ങനെയുള്ളവർ 7 പേർ ജ്ഞാനം, ദൈവവചന ജ്ഞാനമുള്ളവർ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർ, നല്ല സാക്ഷ്യമുള്ളവർ. അവരെയാണ് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിർത്തിയത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ കൂടുന്ന വ്യക്തിയാണോ? നിങ്ങളൊരു സഭയുടെ പാസ്റ്ററാണോ? നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നെങ്കിൽ നിങ്ങളുടെ സഭ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലും തിരഞ്ഞെടുത്താൽ, ഒരു ചെറിയ കാര്യത്തിന് തിരഞ്ഞെടുത്താലും 3 കാര്യം നോക്കണം. നല്ല സാക്ഷ്യം. നല്ല കാശുകാരനായ അച്ചായനെ തിരഞ്ഞെടുക്കരുത്. അയ്യോ, നിങ്ങളുടെ സഭ അതോടെ തീർന്നു. പേരിനും പെരുമയ്ക്ക് വേണ്ടി എത്ര വേണമെങ്കിലും പൈസ തരും. നാളെ താങ്കൾക്ക് അദ്ദേഹം ഒരു തലവേദനയായിട്ട് മാറും. ഒരു കീറാമുട്ടി പോലെ സഭയെ കിടക്കും. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നീണ്ട വർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഞാനിത് കണ്ടതാണ്. നല്ല സാക്ഷ്യമുള്ള, ആത്മനിറവുള്ള, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കണം. 25 കൊല്ലമായിട്ട് അഭിഷേകം പ്രാപിക്കാത്തതിനെ ഒരു കാര്യത്തിലും തിരഞ്ഞെടുക്കരുത്. അഭിഷേകത്തിൻ്റെ ശക്തി വേണം. എല്ലാവർക്കും ചിലപ്പോൾ അന്യഭാഷ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ അഭിഷേകത്തിൻ്റെ ആ ഒരു മൂവ് വേണം. നമുക്ക് കണ്ടാൽ അറിയാം. അടുത്തതാണ് ദൈവവചനവുമായി നല്ല ബന്ധം വേണം. ഈ 3 ഗുണങ്ങൾ, സാക്ഷ്യം, വചനം, പരിശുദ്ധാത്മാവ്, ഈ 3 കാര്യമുള്ള ഒരാളെ കൊണ്ടുവന്ന് നിർത്തിക്കോ. പ്രാർത്ഥിക്കാനും കൈവെക്കാനും നിങ്ങൾ മതി. സഭ ഒന്ന് കൈവച്ചാൽ മതി. അവര് ഭയങ്കരമായിട്ട് കയറി വരും. അല്ലാത്തതിൻ്റെ തലയെ കൈവച്ചാൽ ഉള്ള മുടി കൂടി പോകത്തേ ഉള്ളൂ. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തവൻ്റെ തലയിൽ എന്തിന് കൈവെക്കണം? അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ വെറുതെ കൈവെക്കരുത്. ഞങ്ങളുടെ കൈവച്ചാൽ ചിലതൊക്കെ പകരണം. പകർച്ചയാണ് പ്രാർത്ഥിക്കുന്നവനിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. 7-ാം വാക്യമാണ് ഇന്നത്തെ വാക്യം. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. സഭയങ്ങട് ആർത്തു വളർന്നു. യെരുശലേമിൽ വചനം കൊണ്ട് അവരങ്ങട് നിറച്ചു. ക്രൂസൈഡുകൾ, കൺവെൻഷനുകൾ, എല്ലാ ഏരിയകളിലും, വീടുകളിൽ എല്ലാം മീറ്റിംഗ്, ഓരോ വീട്ടിലും അത്ഭുതങ്ങളും അടയാളങ്ങളും. ജനങ്ങൾ ഓടിക്കൂടുകയാണ്. ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. കാരണം വചനം പരന്നു. ദൈവവചനം എവിടെ പരക്കുന്നുവോ, ദൈവവചനം എവിടെ ഒഴുകുന്നുവോ, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ വീട് വചനം കൊണ്ട് നിറക്കണം. പുറകെ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. ദൈവവചനമില്ലാത്ത ഒരു കൂട്ടായ്മയല്ല. നിങ്ങൾ കൂടി വരുമ്പോൾ വചനമുണ്ടോ? നിങ്ങൾ കൂടി വരുമ്പോൾ ദൈവവചനമാണോ ഡിസ്കസ് ചെയ്യുന്നത്? അല്ല കളി, ഗെയിമാണോ, ഫുട്ബോളാണോ, സിനിമയാണോ? അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ കൂടി വരുമ്പോൾ ദൈവവചനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നതെങ്കിൽ ഒരു വലിയ പകർച്ച അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ കൂടി വരുന്നതെല്ലാം ദൈവവചനം പങ്കുവെക്കാനായി തീരണം. എനിക്ക് അങ്ങനൊരു കൂട്ടായ്മയുണ്ട്. ഈ സീസണിൽ, ഈ കാലഘട്ടത്തിൻ്റെ ഉണർവിന് വേണ്ടി നിൽക്കുന്ന വലിയ അഭിഷിക്തന്മാർ, വാ തുറന്നാൽ വചനം മാത്രം പറയുന്നവർ, ഞങ്ങൾ 1, 2, 3 ദിവസം ഒരുമിച്ചിരിക്കും, പ്രാർത്ഥിക്കും. അതിൻ്റെ റിസൾട്ടുകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് കൂടിയാൽ ദൈവവചനം പങ്കുവെക്കുന്ന ഒരു തലമുറ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി സകലരെ ശിഷ്യരാക്കുക എന്നാണ് മത്തായിയുടെ സുവിശേഷം
28 അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ യേശു ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് യേശു പോയത്. നിങ്ങൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തും പോയിട്ട് ഇത് ചെയ്യണം. അതായത് വചനം പരക്കണം, എല്ലാവരും ശിഷ്യരാകണം. കർത്താവിന് വേണ്ടി ശിഷ്യന്മാരെ വാർത്തെടുക്കലാണ് നമ്മുടെ ജോലി. ഡിസൈപ്പിൾഷിപ്പ്. എല്ലാവരും ശിഷ്യരാകണം, എല്ലാവരും കർത്താവിൻ്റെ വേലക്കാരാകണം. അവിടെ സഭയിൽ എണ്ണം കൂടിയെന്നല്ല, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ശക്തന്മാരായ അഭിഷിക്തന്മാരുടെ എണ്ണം പെരുകി. ശിഷ്യത്വം, ഡിസൈപ്പിൾ, ഡിസിപ്ലിൻ. അപ്പോൾ അവിടെ ഭയങ്കര അച്ചടക്കവും ശിക്ഷണവും ഉണ്ടായതുകൊണ്ട് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവകൃപയിലും അവർ വർദ്ധിച്ചു പെരുകി. അതാണ് ശിഷ്യന്മാർ. സഭയിൽ കുറെ വിശ്വാസികൾ വന്നു, അവർ ഞായറാഴ്ച സഭായോഗത്തിന് വന്നു എന്നല്ല, ശിഷ്യന്മാരെ വാർത്തെടുക്കണം. ഭൂമിയുടെ അറ്റത്തോളം പുറപ്പെടാൻ ശേഷിയുള്ള, മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടുന്ന, കൊയ്ത്തിലേക്ക് പോകുന്ന വേലക്കാരെ വാർത്തെടുക്കാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ജീസസ് എവരിഡേ കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിൻ്റെ വേലക്കാരായി തീരണം. ജോലി ചെയ്തോളൂ, ബിസിനസ് ചെയ്തോളൂ, കുഞ്ഞുങ്ങളെ വളർത്തിക്കോ, ഇതിൻ്റെ എല്ലാ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ US യാത്ര ചെയ്തപ്പോൾ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. 3 മക്കളെ വളർത്തി. ഭർത്താവിന് ജോലിയുണ്ട്, 3 മക്കൾക്ക് ജോലിയുണ്ട്. ഇവർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലുള്ള 2-3 ഫ്രിഡ്ജിനകത്ത് 1-2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം മുഴുവനും ഉണ്ടാക്കി എല്ലാം കറക്റ്റായിട്ട് കയറ്റി വെക്കും. വീട്ടിലുള്ളവർക്ക് എടുത്ത് ചൂടാക്കി കഴിച്ചാൽ മതി. എല്ലാ വെറൈറ്റിയും എല്ലാം ഉണ്ടാക്കി ഉറക്കളിച്ചിരുന്ന് ഇതിന് ശേഷം ഓടുകയാണ്. രാജ്യം മുഴുവൻ ഉണർവിൻ്റെ തീ പിടിപ്പിക്കാൻ. പ്രാർത്ഥന വീര, കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന. നമ്മളോർക്കും അമേരിക്കയിലും കാനഡയിലും UK ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നവർ തിന്ന് പൊളച്ച് സൂഹിക്കണം. അല്ല, അവരൊക്കെ വില മുടക്കുന്നവരാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, പഠിക്കാൻ വില മുടക്കിയവർ, ജോലി ചെയ്യാൻ വില മുടക്കിയവർ, ഓവർ ടൈം ചെയ്യുന്നവര് കഠിനാധ്വാനികളാണ്. അവർ കർത്താവിൻ്റെ വേലക്കിറങ്ങിയാലും കഠിനാധ്വാനികളായിരിക്കും. ഉഴപ്പന്മാര് സുവിശേഷ വേലക്കിറങ്ങിയാലും രക്ഷപ്പെടില്ല. ഹാർഡ് വർക്ക് മെന്റാലിറ്റി ഇല്ലാത്തവർ സുവിശേഷ വേലക്കിറങ്ങിയിട്ട് കാര്യമില്ല. ഏലിയാവ് വിളിക്കുന്നത് അവൻ 12 പേർ കാളയോടുകൂടെ ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ്. പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എന്നിട്ട് ഇനിയും ഞാൻ വലയിറക്കാന്ന് പറഞ്ഞ ഹാർഡ് വർക്ക് മെന്റാലിറ്റിയുള്ള വ്യക്തികൾ. തോമാസും യോഹന്നാനും കീറിയ വല, കീറിപ്പോയെന്നും പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തിരിക്കുകയല്ല, കീറിയ വല വിട്ടുകൊടുക്കുന്നില്ല. ഇനിയും ഞങ്ങൾ തുന്നിക്കെട്ടി പുതിയത് കിട്ടിയിട്ട് ആകട്ടെ എന്ന് പറയില്ല, ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇനിയും മീനെ പിടിക്കും, ഇനിയും കീറിയാൽ ഇനിയും തയ്ക്കുമെന്നുള്ള മനോഭാവമുള്ള യോഹന്നാനോട് തോമാസിനോടും പറഞ്ഞു, നിങ്ങൾ വാ, സഭ കീറിയാൽ നിങ്ങൾ തുന്നിക്കെട്ടി ഒരെണ്ണം പോലും ചോരാതെ നിർത്തും, നിങ്ങൾ വാ. ചുങ്കക്കാരൻ മത്തായി പൈസ വിരിക്കുന്നവനാ, പൈസ എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ നീ വാ, നിനക്ക് ജീവിതത്തിൽ നല്ലൊരു കണക്കുകൂട്ടലുണ്ടാവും. കഠിനാധ്വാനികളെയാണ് കർത്താവ് വിളിച്ചത്. ഉഴപ്പന്മാര് ദൈവരാജ്യത്തിൽ വന്നാൽ ഉഴപ്പും, മേശമേൽ ശുശ്രൂഷിക്കാൻ. സാക്ഷ്യം, ജ്ഞാനം, ആത്മനിറവുള്ളവരെ കൈവച്ചാക്കിയതോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ശിഷ്യന്മാർ എഴുന്നേറ്റ് വരികയാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നവരുടെ കീഴെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ എഴുന്നേറ്റ് വരും. ഉഴപ്പന്മാരുടെ കൂടെ ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ എരിവുള്ളവരും കൂടുതൽ തീഷ്ണതയുള്ളവരുമായി കർത്താവിൻ്റെ ശിഷ്യന്മാരായി എരിവോടെ അത്യുത്സാഹികളായി കർത്താവിൻ്റെ വേല ചെയ്യാം. പ്രാർത്ഥിക്കാം. കർത്താവേ, വചനത്തിനായി സ്തോത്രം. ഭൂമി മുഴുവനും വചനം പരത്താനുള്ള ശിഷ്യന്മാർ ഈ സീസണിൽ ഞങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ.
എന്നിൽ നിന്ന് എഴുന്നേറ്റ് വരരുത്, കേൾക്കുന്നവരിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. പരിശുദ്ധാത്മാവേ, ഇവരെ പ്രബോധിപ്പിക്കണമേ, ഉണർത്തണമേ. ബിസിനസ് ചെയ്തും ജോലി ചെയ്തും കർത്താവിന് വേണ്ടി കത്തിയെരിയുവാൻ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണം. അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങൾ ഇവരിലൂടെ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. ഇന്ന് മുതൽ അത് സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഇന്ന് സഭയിൽ വെച്ച് 10:30 പ്രൈസ് ജനറേഷനിൽ വെച്ചൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.